ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നമ്മുടെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് വേണം നമ്മുടെ ഈ ഭാഗം കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ടീച്ചറേ? സിനിമയിലൊക്കെ പാട്ട് സീനിൽ നടിമാർ സാരി ഉടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചിന്തിച്ചാൽ മതി. ഞാൻ സിനി ആക്ടറല്ല, ഒരു റെപ്യൂട്ടഡ് ടീച്ചറാണ്. ഇതിലെനിക്കൊന്നും ആലോചിക്കാനില്ല. നീ പറഞ്ഞത് ഞാൻ അനുസരിക്കില്ല, അവൾ തീർത്തു പറഞ്ഞു. ഈ മോശം പിടിച്ച അവസ്ഥയോർത്ത് അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നി. മനസ്സുകൊണ്ട് ഗോകുലിനെ ഒരുപാട് ശപിച്ചു. പിറ്റേന്ന് MEIയിൽ നിരുപമ ടീച്ചറുടെ വരവിനായി കാത്തു നിൽക്കുകയാണ് ഷിജു. സ്ഥിരം വരാറുള്ള ബസ്സിൽ ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കടന്നു. ഒരു ലൈറ്റ് പർപ്പിൾ സിൽക്ക് സാരിയാണ് ടീച്ചറുടെ വേഷം. ആ വേഷത്തിൽ അവളെ കാണാൻ നല്ല ചന്തം തോന്നി. പക്ഷേ ഷിജുവിനെ നിരാശപ്പെടുത്തിയ കാര്യം എന്തെന്നാൽ എപ്പോഴത്തെയും പോലെ ഒരു തരി പോലും വയറ് കാണിക്കാതെയാണ് നിരുപമ സാരി ഉടുത്തത്. ഷിജുവിന് ദേഷ്യം അരിച്ചു കയറി. നിരുപമയെ രൂക്ഷമായി നോക്കി. നിരുപമ അവനെ തിരിച്ചും ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി കടന്നുപോയി. നായിൻ്റെ മോള്, ഇവളുടെ അവസാനമായെന്ന് ഷിജു ദേഷ്യത്തോടെ മുരണ്ടു. 10 മണിയായപ്പോൾ ബെല്ല് മുഴങ്ങി. പുറത്ത് കറങ്ങി നടക്കുന്ന പിള്ളേരെല്ലാം ഓടി ക്ലാസ്സിൽ കയറി. ഷിജുവും പയ്യെ ക്ലാസ്സിലേക്ക് കയറി. നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം? സിനാൻ ചോദിച്ചു. ഞാനൊന്ന് പുറത്തു പോയതാ, ഷിജു മറുപടി നൽകി. പുറത്തെന്താ? പുറത്ത് നിൻ്റെ ഉമ്മയുടെ നായര്, ഷിജു ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് എന്നാ പറ്റിയടാ? സിനാൻ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, നീയൊന്ന് ദയവ് ചെയ്ത് വാ, അടച്ചുപിടി, ഷിജു സിനാന് നേരെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടുന്നില്ലേ? സിനാൻ മുഖം തിരിച്ചു. ഫസ്റ്റ് പീരീഡ് ബയോളജിയാണ്. നിരുപമ ടീച്ചർ ബുക്കുകളുമായി ക്ലാസ്സിലേക്ക് വന്നു. എല്ലാവരും ടീച്ചറെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഷിജു മാത്രം എഴുന്നേറ്റില്ല. ടീച്ചർ അവനെ ഒന്ന് പാളി നോക്കി. അവനും അതുപോലെ തന്നെ തിരിച്ചും നോക്കി. നിരുപമ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ശേഷം കയ്യിലുള്ള ബുക്സ് ടേബിളിൽ വെച്ചു. അപ്പോഴാണ് ഷിജു ആ കാര്യം ശ്രദ്ധിച്ചത്. ടീച്ചറുടെ അരയിൽ കുത്തിയ സേഫ്റ്റി പിന്നുകളൊന്നും കാണാനില്ല. ടീച്ചർ മുന്നോട്ട് നടന്നപ്പോൾ വയറിൻ്റെ അല്പഭാഗം തെളിഞ്ഞു തുടങ്ങി. രാവിലെ കണ്ട പോലെയല്ല, സാരി അരയ്ക്ക് കുറച്ചുകൂടെ താഴ്ന്നിട്ടുണ്ട്. ഇത് കണ്ട് ഷിജുവിൻ്റെ കണ്ണ് തിളങ്ങി. അപ്പോൾ തന്നെ പേടിയുണ്ട് അവൾക്ക്. അവൻ്റെ ദേഷ്യമൊക്കെ പമ്പ കടന്നു. അപ്രതീക്ഷിതമായി നിരുപമ ടീച്ചറുടെ ഈ ഷോ കണ്ട് സിനാനും കൂട്ടരും വാ പൊളിച്ചുപോയി. എത്ര കാലത്തെ ആഗ്രഹം ഇതൊന്ന് കാണാൻ, സിനാൻ വായിൽ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ടീച്ചറുടെ ഹസ്ബൻഡിൻ്റെ ഭാഗ്യം, എന്നാ സ്ട്രക്ചറാണ്, രാഹുൽ പറഞ്ഞു. ക്ലാസ്സിലെ ഒട്ടുമിക്ക ആൺപിള്ളേരും വാ പൊളിച്ച് നിൽക്കുകയാണ്. ഗോകുലിൻ്റെ ഉറ്റ സുഹൃത്ത് ജിനു പോലും അറിയാതെ നോക്കിയിരുന്നു പോയി. ക്ലാസ്സിലെ ആൺപിള്ളേരുടെ നോട്ടം മുഴുവൻ തൻ്റെ നേർക്കാണെന്ന് നിരുപമയ്ക്ക് മനസ്സിലായി. ദേഷ്യവും നാണവും കൊണ്ട് അവളുടെ തൊലി ഉരിഞ്ഞു. അമ്മയുടെ സാരിയിലേക്ക് വാ പൊളിച്ചു നോക്കുന്ന ഷിജുവിനെയും മറ്റു പിള്ളേരെയും കണ്ട് ഗോകുലിന് ദേഷ്യം ഇരച്ചു കയറി. അമ്മ ഇതെന്ത് ഭാവിച്ച? വയറ് പകുതി കാണിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. സേഫ്റ്റി പിൻ കുത്താൻ മറന്നിട്ടുണ്ട്. ഇതെന്താ, തെലുങ്ക് പാട്ടിൻ്റെ സീൻ വല്ലതുമാണോ? ക്ലാസ്സിലെ ആൺപിള്ളേർ മുഴുവൻ തൻ്റെ അമ്മയെ ചോരയൂറ്റി കുടിക്കുന്നത് കണ്ട് അവന് വല്ലാതെ ദേഷ്യം വന്നു. അമ്മയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ബെല്ല് മുഴങ്ങി. അപ്പോഴാണ് നിരുപമയ്ക്ക് ശ്വാസം നേരെ വീണത്. ഒട്ടും നേരം കളയാതെ സാരി നേരെയാക്കി അവൾ ക്ലാസ് വിട്ടുപോയി. പോകുന്നതിനു മുന്നേ ഷിജുവിനെ ദേഷ്യത്തോടെ നോക്കാൻ മറന്നില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സാധിച്ചത്, സിനാൻ പറഞ്ഞു. എന്നാലും അവൾക്കിതെന്ത് പറ്റി? വയറ് കാണിക്കാൻ വേണ്ടി ക്ലാസ്സിൽ വന്ന പോലുണ്ട്. ഫുൾ ടൈം ഷോ ആയിരുന്നില്ലേ? വിഷ്ണു അഭിപ്രായപ്പെട്ടു.
കന്നിമാസം തുടങ്ങിയാൽ പട്ടിക്ക് കടികൂടില്ലേ, അതുപോലെ ഹസ്ബൻഡ് പോയപ്പോൾ ടീച്ചർക്ക് ഇളകിയതാ. ഷിജു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇതുപോലെ എന്നും ദർശനഭാഗ്യം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫുൾ അറ്റൻഡൻസ് ഉണ്ടാവും, രാഹുൽ പറഞ്ഞു. നാളെയും അവൾ ഈ രീതിയിൽ വരാൻ പ്രാർത്ഥിക്ക്, മനു എല്ലാവരോടുമായി പറഞ്ഞു. കൂട്ടുകാരുടെ സംസാരം കേട്ട് ഷിജു നിഗൂഢമായി ചിരിച്ചു. വൈകുന്നേരം വീട്ടിൽ ചെന്ന് നിരുപമ ഒരുപാട് കരഞ്ഞു. എന്തിനാ ദൈവമേ എനിക്ക് ഈ ശിക്ഷയൊക്കെ തരണേ? പൂജാമുറിക്ക് മുന്നിൽ അവൾ പൊട്ടിക്കരഞ്ഞു. ആ ദുഷ്ടസന്തതി തൻ്റെ വയറ്റിൽ പിറന്നത് കൊണ്ടാ ഈ അനിഷ്ടമൊക്കെ സംഭവിച്ചത്. ഗോകുലിനെ ദൈവത്തിന് മുന്നിൽ വെച്ച് അവൾ ഒരുപാട് ശപിച്ചു. ഈ സമയം മാളവിക അടുത്തേക്ക് വന്നു. അമ്മ എന്തിനാ കരയുന്നേ? ഇങ്ങോട്ട് വരുമ്പോൾ കാല് ടീപ്പോയിൽ കൊണ്ടതാ, മനസ്സിൽ തോന്നിയ കള്ളം പറഞ്ഞു. ഒത്തിരി വേദനിച്ചോ? ഇപ്പോൾ കുറവുണ്ട്. അമ്മ വാ, ഞാൻ കുഴമ്പ് തേച്ച് തരാം. വേണ്ട, ഞാൻ തടവിക്കോളാം, മോള് ചെന്ന് എന്തേലും കഴിക്ക്, നിരുപമ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. മാളവിക മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. സമയം രാത്രി 10 മണി. നിരുപമ പ്രാർത്ഥിച്ച ശേഷം കിടക്കാനൊരുങ്ങി. ഈ സമയം ഫോണിലേക്കൊരു കോൾ വന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷിജു ആണ്. എന്താ ഫോൺ എടുക്കാനൊരു താമസം? ടീച്ചർ കിടന്നായിരുന്നോ? ആ, അവൾ ചെറുതായി മൂളി. എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല. പിന്നൊരു കാര്യം, ഇന്നത്തെ ഷോ കിടിലനായിരുന്നു. പിള്ളേന് മൊത്തം ഹാപ്പി. ക്ലാസ്സിലെ ഒട്ടുമിക്ക ബോയ്സും ഇന്ന് ടീച്ചറെ ഓർത്താവും ഉറങ്ങുന്നത്, പരിഹാസ രൂപേണ പറഞ്ഞു. മതി, നിർത്ത്, എന്നെ അപമാനിച്ച് മതിയായില്ലേ? നിരുപമ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അതിന് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഷിജുവിൻ്റെ സംസാരം കേട്ട് നിരുപമ വിറച്ചു. എന്താ നിൻ്റെ ഉദ്ദേശം? നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞത് നീ ചെയ്യ്. ദയവ് ചെയ്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും വെറുതെ വിട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർക്കു മുൻപിലും ഇത്ര താഴ്ന്നിട്ടില്ല. ദൈവത്തെ ഓർത്ത് നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. നിരുപമ അവന് മുൻപിൽ കീണു. എല്ലാം ഞാൻ അവസാനിപ്പിക്കാം ടീച്ചറെ, പക്ഷേ സമയമായിട്ടില്ല. ഇനി എന്താ നിനക്ക് വേണ്ടത്? ഞാൻ പറയുന്നത് ഇനിയും ടീച്ചർ കേൾക്കണം. നാളെയും ഇതുപോലെ ചെയ്യണോ ഞാൻ? വേണ്ട. അത് കേട്ടപ്പോൾ നിരുപമയ്ക്ക് ആശ്വാസം തോന്നി. നീ നാളെ ചുരിദാർ ഇട്ടുകൊണ്ട് വരണം. അത്രയേ ഉള്ളോ? നിരുപമ മനസ്സിൽ സമാധാനിച്ചു. ശരി, നീ പറഞ്ഞതുപോലെ ഞാൻ നാളെ ചുരിദാർ ഇട്ടുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. വേറെന്താ? നിരുപമ സംശയത്തോടെ ചോദിച്ചു. ബോഡി ഷേപ്ഡ് ചുരിദാർ ആയിരിക്കണം. ഫാഷൻ ഷോയിൽ മോഡൽസ് ഇടുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ. കൂടെ ഷോളും ഒഴിവാക്കണം. അത് കേട്ട് നിരുപമയുടെ മുഖഭാവം പിടുന്നനെ മാറി. നടക്കില്ല ഷിജു, എന്നെക്കൊണ്ട് പറ്റില്ല. നടക്കണം, അല്ലെങ്കിൽ എനിക്ക് അരുതാത്തത് ചെയ്യേണ്ടി വരും. അവൻ വീണ്ടും ഭീഷണി മുഴക്കി. പ്ലീസ് ഷിജു, ഇതൊഴിവാക്കണം. മര്യാദയ്ക്ക് എന്നെ അനുസരിക്കുന്നതാ നല്ലത്. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ഷിജു പ്ലീസ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നിരുപമയുടെ വിഷമം കാര്യമാകാതെ ഷിജു ഫോൺ കട്ട് ചെയ്തു. അന്നത്തെ ദിവസം അവൾക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. എങ്ങനെയൊക്കെയോ അവൾ കഷ്ടിച്ച് നേരം വെളുപ്പിച്ചു. ഷിജു പറഞ്ഞതനുസരിക്കാതെ വേറെ മാർഗമൊന്നുമില്ല. ഇഷ്ടത്തോടെ അല്ലെങ്കിൽ കൂടെ അവൾ അനുസരിക്കാൻ നിർബന്ധിതയായി. അവൻ പറഞ്ഞ രീതിയിൽ ചുരിദാർ ഇട്ടു. നിരുപമയ്ക്ക് വല്ലാത്ത നിരാശയും സങ്കടവും തോന്നി. ഓരോന്നാലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. നിരുപമ വേഗം ഹാൻഡ് ബാഗും തൂക്കി മുറിയുടെ പുറത്തിറങ്ങി. അമ്മേ, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സമയം 9:30 കഴിഞ്ഞു. ബസ് കയറി അവിടെ എത്തുമ്പോഴേക്കും ക്ലാസ് ടൈം ആവും, മാളവിക പറഞ്ഞു. നിന്നോട് ഞാൻ ഏട്ടൻ്റെ കൂടെ പൊക്കോളാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഞാൻ പോരാൻ വെയിറ്റ് ചെയ്തേ? ഞാൻ കരുതിയോ അമ്മ ഇത്ര ലേറ്റ് ആകുമെന്ന്. ഇനി അതും സംസാരിച്ച് സമയം കളയണ്ട, പെട്ടെന്ന് പോയേക്കാം.
നിരുപമ മാളവികയുടെ കൈയും പിടിച്ച് വീടിൻ്റെ പുറത്തിറങ്ങി ലോക്ക് ചെയ്തു. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. മാളവികയുടെ കൈയും പിടിച്ച് അവൾ വേഗം നടന്നു. അപ്പോഴാണ് അമ്മയുടെ ദേഹത്തേക്ക് അവളുടെ ശ്രദ്ധ പോയത്. അമ്മ ഷോൾ എന്താ ഇടാത്തേ? പെട്ടെന്ന് മകളുടെ ചോദ്യം കേട്ട് അവളൊന്ന് പതറി. അത് പിന്നെ ധൃതിയിൽ ഞാൻ മറന്നുപോയി. അല്ല, ഇതെന്താ പതിവില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സിങ്? അല്പം ലൂസായി കിടക്കുന്ന ചുരിദാർ പോരായിരുന്നോ? നീ ഒന്നും മിണ്ടാതെ വാ, സംസാരിച്ചാൽ ബസ് കിട്ടില്ല. മകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അവൾക്കായില്ല. അപ്പോഴാണ് അടുത്ത് ചായക്കട നടത്തുന്ന രാഘവൻ ചേട്ടനും സഹായി വാസുവും നിരുപമയും മാളവികയും കണ്ടത്. 70 മുകളിൽ പ്രായമുണ്ടെങ്കിലും രണ്ടും നല്ല അസല് കോഴികളാണ്. പറഞ്ഞു വരുമ്പോൾ അതിൽ രാഘവൻ നിരുപമയുടെ ഭർത്താവ് സത്യൻ്റെ അകന്നൊരു ബന്ധു കൂടിയാണ്. ചായക്കടയുടെ മറവിൽ അല്ലറ ചില്ലറ വാറ്റിൻ്റെ കൊടുപ്പുമുണ്ടെന്ന് നാട്ടിൽ ചില സംസാരമൊക്കെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കണ്ടാൽ ചിരിക്കുമെന്നല്ലാതെ നിരുപമയും സത്യനും അയാളോടധികം ഇടപഴകാറില്ല. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന നിരുപമയും മോളെയും അയാൾ ചൂഴ്ന്നു നോക്കി. ഉഫ്, എന്നാ ചരക്കാടാ രണ്ടും, രാഘവൻ വെള്ളമിറക്കി പറഞ്ഞു. അത് മുതലാളിയുടെ ബന്ധുക്കാരല്ലേ? വാസു ചോദിച്ചു. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ വല്ല ഉണ്ടോടാ? കണ്ടിട്ട് മൂത്താ ട്രൈ ചെയ്യണം, അത്ര തന്നെ, രാഘവൻ പറഞ്ഞു. മുതലാളിക്ക് ആരെയാ നോട്ടം, അമ്മയോ അതോ മകളോ? വാസു ചോദിച്ചു. രണ്ടും കണക്കാ. എന്നാലും അവളുടെ മകളില്ലേ, ആ കൊച്ചു ചരക്ക് മാളവിക, അതിനെ കിട്ടിയാ പിന്നെ ചത്താലും വേണ്ടിയില്ല, രാഘവൻ പറഞ്ഞു. അവൾക്ക് മുതലാളിയുടെ കൊച്ചുമകളുടെ പ്രായം പോലും കാണില്ല. അതുകൊണ്ടാ എനിക്ക് അവളോട് ഇത്ര ആഗ്രഹം. എനിക്ക് അവളുടെ അമ്മയോടാ താല്പര്യം. എന്ത് സൂപ്പറാ അവൾ. ആഹാ, വാസു വെള്ളമിറക്കിക്കൊണ്ട് പറഞ്ഞു. ആ സത്യൻ്റെ യോഗം, നല്ല ഉരുപ്പടിയല്ലേ കെട്ടിയോളായി കിട്ടിയേക്കുന്നേ. നമുക്കൊന്നും ഈ ജന്മത്തിൽ കിട്ടില്ലല്ലോ ഇതുപോലെ സുന്ദരികളെയൊന്നും, വാസു ചെറിയ വിഷമത്തോടെ പറഞ്ഞു. ആ നിരുപമയൊക്കെ കാണുമ്പോഴാ എൻ്റെയും നിൻ്റെയും കെട്ടിയോൾമാരെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നേ, രാഘവൻ പറഞ്ഞു. മുതലാളി പറഞ്ഞത് ശരിയാ, വാസു തെല്ലും നിരാശയോടെ പറഞ്ഞു. നീ വിഷമിക്കാതെടാ, വിധിയുണ്ടേ നമുക്കും കിട്ടും ഇതുപോലെ ഏതേലും ഒരു ചരക്കിനെ, രാഘവൻ അവനെ സമാധാനിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നപ്പോൾ മുതൽ സാറന്മാരുടെയും പിള്ളേരുടെയും തുറിച്ചുനോട്ടം നിരുപമയെ വല്ലാതെ അസ്വസ്ഥയാക്കി. നിരുപമയുടെ ലുക്ക് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പ്യൂൺ ഗോപാലൻ. ടീച്ചർ എന്താ വൈകിയത്? അവളുടെ ദേഹത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, നിരുപമ ചമ്മലോടെ പറഞ്ഞു. ചുരിദാറിൽ ടീച്ചറെ കാണാൻ കൊള്ളാം, അയാളൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നിരുപമയ്ക്ക് ദേഷ്യം വന്നെങ്കിലും മുഖത്ത് ചിരി വരുത്തി നടന്നകന്നു. ഓഹ്, ഇപ്പോൾ തന്നെ എല്ലാവരുടെയും തുറച്ചു നോട്ടം കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇനി ഈ കോലത്ത് ക്ലാസ്സിൽ ചെന്നാൽ പിള്ളേരുടെ നോട്ടം കൂടെയാവുമ്പോൾ സഹിക്കാൻ പറ്റുമോന്നാ? നിരുപമ വിഷമത്തോടെ തലയ്ക്ക് കൈവച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡ് ഷിജുവിൻ്റെ ക്ലാസ്സിലാണ്. ഒട്ടും താല്പര്യമില്ലാതെ അവൾ ക്ലാസ്സിലേക്ക് ചെന്നു. നിരുപമയെ കണ്ട് ക്ലാസ്സിലെ സകലമാന പിള്ളേരും ഞെട്ടി. അമ്മയ്ക്കിത് എന്നാ പറ്റി? ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുവാണല്ലോ. ഗോകുലിന് ദേഷ്യം നല്ലപോലെ കൂടി. എൻ്റെ മോനെ, നിരുപമ ചരക്കിന് ശരിക്കും സൂക്കേട് മൂത്തത് തന്നെ, സിനാൻ പറഞ്ഞു. ഷിജു നിരുപമയെ നോക്കി ആക്കി ചിരിച്ചു. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരേപോലെ മിന്നിമറഞ്ഞു. എത്ര അപമാനം നേരിട്ടാലും പ്രതികരിക്കാനാവാതെ ഷിജുവിൻ്റെ കളിപ്പാവ പോലെ അവൾ പ്രവർത്തിച്ചു. സ്വന്തം മകൻ ഗോകുൽ തന്നെ ദേഷ്യത്തോട്ട് നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിരുപമ അവൻ്റെ നേരെ പിന്നെ നോട്ടം പായിച്ചില്ല. മുഖത്തെ വേദനകളൊക്കെ മറച്ച് അവൾ ക്ലാസ് തുടങ്ങി. ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് അടുത്തേക്ക് നടക്കുമ്പോൾ പിള്ളേരുടെ വാ പുളന്നു പോയി.
അത്ര കണ്ട് അസാമാന്യ ചരക്കാണ് നിരുപമ. മനോരമയിൽ വരച്ച സ്ത്രീരൂപങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള സൗന്ദര്യം. ഇപ്പോഴാണ് നിരുപമയുടെ യഥാർത്ഥ സൗന്ദര്യം തുറന്നു കാട്ടപ്പെട്ടത്. പിള്ളേരുടെ പ്രവൃത്തി കണ്ട് നിരുപമയ്ക്ക് അപമാനം സഹിക്കാൻ വയ്യാതായി. ഇത്രയും നാളും തന്നെ പേടിച്ച് വരച്ച വരയിൽ നിന്നവന്മാരൊക്കെ ഇപ്പോൾ തന്നെ നോക്കി വെള്ളമിറക്കുന്നു. ഇതിലും വലിയ നാണക്കേട് ഒരു അധ്യാപികയെ സംബന്ധിച്ച് ഈ ജന്മത്തിൽ വേറെ കിട്ടാനില്ല. നാണം കെട്ട് തൊലിയുരിഞ്ഞ് ബെല്ലടിക്കാൻ കാത്തു നിൽക്കാതെ അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉഫ്, നിരുപമ രണ്ടും കൽപ്പിച്ചാണല്ലോ, സിനാൻ പറഞ്ഞു. കുറച്ച് വൈകിയാണേലും ടീച്ചർക്ക് മാറ്റം വന്നല്ലോ, ഭാഗ്യം. ഉഫ്, പൊളിച്ചു, മനു പറഞ്ഞു. എന്നാലും പെട്ടെന്നുള്ള ടീച്ചറുടെ മാറ്റം എനിക്കത്ര പിടികിട്ടുന്നില്ല. നമ്മളെല്ലാം അവളെ നോക്കി വെള്ളം ഉറക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ടും ഒരു കൂസലുമില്ലാതെയല്ലേ ബോഡി ഷോ, രാഹുൽ പറഞ്ഞു. അവളും ചിലപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഷിജു പറഞ്ഞു. ഇവൾക്ക് ഇളക്കം കൂടിയിട്ടുണ്ട്, അതിൻ്റെ മാറ്റാ ഇതൊക്കെ. ഈ സമയം ചൂണ്ടയെറിഞ്ഞാൽ ഭാഗ്യമുണ്ടേൽ കൊളുത്തും, വിഷ്ണു പറഞ്ഞു. നമ്മൾക്കൊന്നും വിധിച്ചിട്ടില്ല, സാറന്മാരും വല്ലതും മുട്ടിയ ചിലപ്പോൾ സെറ്റായെന്ന് വരും, കിട്ടുന്നവരുടെ ഭാഗ്യം, മനു പറഞ്ഞു. കൂട്ടുകാരുടെ സംസാരമൊക്കെ കേട്ട് ഷിജു ചെറുതായി ചിരിച്ചു. കാരണം ഇവർക്കൊന്നും അറിയില്ലല്ലോ നിരുപമയുടെ നിയന്ത്രണം തൻ്റെ കയ്യിലാണെന്ന്. വൈകുന്നേരം 4:30 കഴിഞ്ഞു. കുട്ടികളും സാറന്മാരും എല്ലാം പോയി തുടങ്ങി. ഈ സമയം നിരുപമയുടെ ഫോണിലേക്ക് ഷിജുവിൻ്റെ മെസ്സേജ് വന്നു. അവൾ ഉടനെ അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നു. നിരുപമയെ കണ്ട് അവൻ ആക്കി ചിരിച്ചു. ദേഷ്യം വന്നെങ്കിലും അതവൾ പ്രകടിപ്പിച്ചില്ല. ഷിജു അവളുടെ മേലേക്ക് നോക്കിക്കൊണ്ട് ആക്കി ചിരിച്ചു. എന്തിനാ ഇങ്ങോട്ട് ഇപ്പോൾ വരാൻ പറഞ്ഞത്? നിരുപമ ഗൗരവത്തോടെ ചോദിച്ചു. ഒരു ഇൻസ്ട്രക്ഷൻ തരാൻ. നിനക്കിതുവരെ എന്നോട് ചെയ്തതൊന്നും മതിയായില്ലേ ഷിജു? അതിന് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. പിള്ളേരുടെയും സ്റ്റാഫ്സിൻ്റെയും മുന്നിലൊക്കെ ഞാൻ നാണം കിട്ടില്ലേ? വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്രയും കാലം ഞാനിവിടെ പഠിപ്പിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് നീ അതൊക്കെ തകർത്തു. എനിക്കിപ്പോൾ ഇവിടെ വരാൻ തന്നെ തോന്നുന്നില്ല, നിരുപമ വിഷമത്തോടെ പറഞ്ഞു. അതൊക്കെ ടീച്ചറിൻ്റെ ഇഷ്ടം, അവളുടെ വിഷമം കാര്യമാക്കാതെ പറഞ്ഞു. പറ, ഇനി നിനക്ക് എന്താ വേണ്ടത്? ടീച്ചർ ഇന്ന് ലേറ്റായിട്ട് പോയാൽ മതി. എന്തിന്? നിരുപമ സംശയത്തോടെ ചോദിച്ചു. 5 മണിക്കുള്ള ശ്രീകൃഷ്ണ ബസ്സിൽ പോയാൽ മതി. നടക്കില്ല, അതിൽ തിരക്ക് കൂടുതലാണ്. തിരക്കുള്ള ബസ്സിൽ പുറകിലൂടെ ടീച്ചർ കയറണം. എന്താ നിൻ്റെ ഉദ്ദേശം? പിറകിൽ മുഴുവൻ ആണുങ്ങളുടെ തിരക്കാ. എനിക്കത് പറ്റില്ല. പറ്റണം, ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ചേ പറ്റൂ. ഇല്ലേൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം, അവൻ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. ഷിജു പ്ലീസ്, നിരുപമ അവന് മുന്നിൽ വീണു. അവൻ ഒരു ദയയും കാണിക്കാതെ അവിടെ നിന്നും പോയി. അനുസരിക്കുകയല്ലാതെ അവൾക്ക് മുന്നിൽ വേറെ വഴിയില്ല. സമയം 5 മണി കഴിഞ്ഞു. ഹാൻഡ് ബാഗുമായി അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പിള്ളേരൊക്കെ നേരത്തെ പോയതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഷെൽട്ടർ കാലിയാണ്. നിരുപമ സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. ഉടനെ ഷിജുവും അവിടെ എത്തി. അവനോടൊന്നും മിണ്ടാൻ നിന്നില്ല. അധികം വൈകാതെ ശ്രീകൃഷ്ണ ബസ് അവിടെ എത്തി. നല്ല തിരക്കാണ്, സൂചി കുത്താൻ പോലും സ്ഥലമില്ല. നിരുപമ ബസ്സിൻ്റെ പിൻവശത്തുള്ള വാതിലിലൂടെ കയറി. പിന്നാലെ ഷിജുവും. എന്തിനാ ചേച്ചി പിന്നിലൂടെ കയറിയത്? മുന്നിലെ വാതിൽ തുറന്നത് ചേച്ചിക്ക് കയറാനല്ലേ, കണ്ടക്ടർ പറഞ്ഞു. നിരുപമ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. എല്ലാവരും അവളെ തന്നെ ചൂഴ്ന്നു നോക്കി. അവൾക്കാകെ ചമ്മലായി. പണി കഴിഞ്ഞു വരുന്ന പണിക്കാർക്കും ബീഹാറികൾക്കും ഇതൊരു സുഖമുള്ള കാഴ്ചയാണ്. ചേറ് നിറഞ്ഞ പണിക്കാരുടെ വിയർപ്പിൻ്റെ രൂക്ഷഗന്ധം നിരുപമയെ വല്ലാതെ അലോസരപ്പെടുത്തി. എങ്ങനെയും ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് നീങ്ങണം. അവൾ തിങ്ങി ഞെരുങ്ങി മുന്നിലേക്ക് നടന്നു. പക്ഷേ 2 അടിയിൽ കൂടുതൽ ചെല്ലാനായില്ല.
ആളുകളുടെ കൈയും കാലുമൊക്കെ അവളുടെ ശരീരത്തോട് അമർന്നു നിൽക്കുകയാണ്. അതിൽ ഒരു ബംഗാളി അവളെ സ്കെച്ചിട്ട് വളരെ ചേർന്ന് നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കേടുവന്ന പല്ലുമായി അയാൾ നോക്കി ചിരിച്ചു. അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കണമെന്നുണ്ടായെങ്കിലും അവൾ സ്വയം അടങ്ങി. തൻ്റെ ദയനീയാവസ്ഥ നോക്കി സുഖിക്കുകയാണ് ഷിജു. അവൾക്ക് വല്ലാതെ അരിശം കയറി. തന്നെ തൊടാൻ പോലുമുള്ള അധികാരം ഈ സ്കൂളിൻ്റെ പടി പോലും കാണാത്ത ബംഗാളികൾക്കില്ല. അവൾക്ക് ദേഷ്യം കൊണ്ട് മൂക്കു തുടുത്തു. അവിടെ അടുത്തുള്ളവന്മാരൊക്കെ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ച മട്ടാണ്. കൈമുട്ടുകൊണ്ട് അറിയാത്ത ഭാവത്തിൽ ദേഹത്ത് തട്ടുകയാണ് ഞരമ്പന്മാർ. അവൾക്ക് വല്ലാതെ വിഷമം തോന്നി. വൃത്തിയും വെടിപ്പുമില്ലാത്ത ലോക്കൽസിൻ്റെ അരികിൽ അവരുടെ സ്പർശനങ്ങൾ ഏറ്റ് നിസ്സഹായായി നിൽക്കേണ്ടി വന്ന നിരുപമയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇനിയും ഇവന്മാരുടെ കൂത്ത് സഹിക്കാൻ വയ്യ. അവൾ മുഴുവൻ ശക്തിയും എടുത്ത് മുന്നിലുള്ള ആളുകളെ തള്ളി നീക്കിക്കൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് നടന്നു. 2 ഞരമ്പന്മാർ പിന്നാലെ ചെന്നു. അവൾക്ക് നല്ലപോലെ ദേഷ്യം വന്നു. അപ്പോഴാണ് പുറത്തുള്ള ബോർഡ് വായിച്ചത്. കളമശ്ശേരി. ഭാഗ്യം, അടുത്തത് തനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ്. ഒരു സ്റ്റോപ്പ് കൂടെയല്ലേ ഉള്ളൂ. അവൾ മനസ്സിൽ ക്ഷമ നിറച്ച് സഹിച്ചിരുന്നു. ഒടുവിൽ തിരക്കിലൂടെ അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി. പിന്നാലെ ഷിജുവും. വിയർത്ത് നനഞ്ഞ് ആകെ കോലം കെട്ടുപോയി അവൾ. ശരീരമൊട്ടാകെ നല്ല ക്ഷീണവും. എങ്ങനെയും വീട്ടിൽ ചെന്ന് കിടന്നാൽ മതിയെന്നായി ചിന്ത. ഷിജു ക്ലാപ്പ് ചെയ്തുകൊണ്ട് നിരുപമയുടെ അടുത്തേക്ക് ചെന്നു. കൊള്ളാം, അങ്ങനെ ഈ ചലഞ്ചും ടീച്ചർ വിൻ ചെയ്തു. കൺഗ്രാറ്റ്സ്. പ്ലീസ്, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലേ. ഇനിയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തെ വെറുതെ വിട്. നിരുപമ അവനോട് പതിഞ്ഞ ശബ്ദത്തിൽ യാചിച്ചു. ഓക്കെ, പരിഗണിക്കാം. എങ്കിൽ ഇപ്പോൾ എല്ലാം എൻ്റെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്യാം. പെട്ടെന്ന് ചെയ്. നിരുപമ ധൃതി കൂട്ടി. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം. ഷിജു മോനെ, നീ വെറുതെ കളിക്കല്ലേ. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞില്ലേ നാളെ ഡിലീറ്റ് ചെയ്യുമെന്ന്. ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇനിയും എൻ്റെ മുമ്പിൽ നിർബന്ധം കാട്ടിയാൽ ഞാൻ എല്ലാം എയറിൽ വിടും. അവൻ ഭീഷണി സ്വരം ആവർത്തിച്ചു. വേണ്ട, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നീ നാളെ എല്ലാം ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ടീച്ചർ പൊക്കോ, ലേറ്റായ മക്കൾ തിരക്കും. മൂളിക്കൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. പതിവിലും വൈകി വീട്ടിലെത്തിയ അമ്മയെ കണ്ട് മാളവിക കാര്യം തിരക്കി. എന്താ അമ്മ വൈകിയേ? കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു. മകൾക്ക് മുഖം കൊടുക്കാതെ വേഗം മുറിയിലേക്ക് ചെന്നു. ഒന്ന് വിസ്തരിച്ച് കുളിച്ചു. തണുപ്പ് ദേഹത്ത് തൊട്ടപ്പോൾ തന്നെ അവൾക്ക് ആശ്വാസം തോന്നി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഒരുപാട് അനുഭവിച്ചു ഈ ചെറിയ സമയം കൊണ്ട്. ഇനി മനസ്സമാധാനത്തോടെ ഉറങ്ങാമല്ലോ. നിരുപമ ഷിജുവിൻ്റെ വിളിക്കായി കാതോർത്തു. ഈ സമയം ലാപ്പിൽ നോക്കുകയാണ് ഗൂഗിൾ. കുറച്ച് ദിവസമായി അനിലങ്കിളിൻ്റെ ഒരു വിവരവുമില്ലല്ലോ. അന്ന് വീഡിയോ അയച്ചതിൽ പിന്നെ പുള്ളിയുടെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അങ്ങോട്ട് അയച്ച മെസ്സേജാണെങ്കിൽ സീനായിട്ടുമില്ല. പുള്ളി വല്ല ബിസിനസ് ആവശ്യത്തിൻ്റെ തിരക്കിലാവും. അവൻ സ്വയം ഓരോന്ന് ചിന്തിച്ചു. ഈ സമയം നിരുപമയുടെ ഫോണിലേക്ക് ഷിജുവിൻ്റെ കോൾ വന്നു. അവൾ പ്രതീക്ഷയോടെ ഫോൺ എടുത്തു. ഷിജു, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. തൂക്കിക്കേറി വെടിവെക്കല്ലേ ടീച്ചറെ. നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ. പ്ലീസ്, ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. അവസാനമായിട്ടൊരു കാര്യം കൂടെ ടീച്ചർ ചെയ്യേണ്ടി വരും. ഷിജു എന്തോ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊരു കാര്യം വേണം. അതെങ്ങനെ വേണമെന്ന് ഞാനിപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. അതൊന്ന് നോക്ക്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കണ്ട് നിരുപമ പൊട്ടിത്തെറിച്ചു. നീ ആരോടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബോധം വേണം. ഞാൻ നിൻ്റെ ടീച്ചറാണ്, 2 പിള്ളേരുടെ അമ്മയാണ്. ഐ കാണ്ട്. നിരുപമ ദേഷ്യത്തോടെ പറഞ്ഞു.
ടീച്ചറെ, എനിക്ക് ടീച്ചറെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമാണിത്. നടക്കില്ല, അതൊരിക്കലും നടക്കില്ല. എൻ്റെ ഭർത്താവിനെയും പിള്ളേരെയും വഞ്ചിക്കാൻ എനിക്ക് വയ്യ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഒരമ്മയുടെ വിഷമം നിനക്ക് മനസ്സിലാവുമെന്ന് കരുതി ഇത്തിരി സഹിച്ചിട്ടാണേലും നിന്നോട് ഞാൻ ചെയ്തതിൻ്റെ പക വീട്ടിക്കോട്ടെ എന്ന് കരുതി. എൻ്റെ ജീവിതത്തിൽ ആരുടെ മുമ്പിലും ഞാൻ ഇത്രയും താഴ്ന്നിട്ടില്ല. മടുത്തു, മതിയായി. നിരുപമയുടെ കണ്ണ് നിറഞ്ഞു. ടീച്ചറെ, ഇങ്ങനെ ഇമോഷണലായിട്ടൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇതെല്ലാം എൻ്റെ ഭർത്താവിനെ ആദ്യമേ അറിയിച്ചാൽ മതിയായിരുന്നു. നീ വാക്കിന് വില കൽപ്പിക്കുന്നവനാണെന്ന് കരുതി ഞാൻ. ഇനി ഈ പ്രഷർ താങ്ങാൻ എനിക്ക് വയ്യ. എല്ലാം അങ്ങേരെ അറിയുന്നത് തന്നെ നല്ലത്. അതൊക്കെ ടീച്ചറുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞ കാര്യം നാളെ നടന്നാൽ ടീച്ചറുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലീൻ ആക്കും. പിന്നെ ടീച്ചറും ഫാമിലിയും ഫ്രീ. നിൻ്റെ മോഹം നടക്കില്ല. അതൊക്കെ ടീച്ചർ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ടീച്ചർക്ക് കുടുംബത്തേക്കാൾ വലുത് മറ്റു ചിലതാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോ. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. നിരുപമ ആകെ വല്ലാതായി. പഠിപ്പിക്കുന്ന ടീച്ചറോടാ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതും മകൻ്റെ പ്രായം മാത്രമുള്ള ഒരുത്തൻ. കോളനിയിൽ താഴെക്കിടയിൽ ജീവിക്കുന്ന ഇവനൊന്നും തന്നെ തൊടാനുള്ള യോഗ്യത പോലുമില്ല. ആ വൃത്തികെട്ട ചെറുക്കന് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം പോലും. ദേഷ്യവും വിഷമവും കൊണ്ട് അവൾക്ക് മരവിപ്പ് അനുഭവപ്പെട്ടു. ആ ദേഷ്യം നിരുപമ തീർത്തത് ഗോകുലിനോടാണ്. കൃത്യമായി പഠിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവനെ കലി തീരെ തല്ലി. അടികൊണ്ട് അവൻ്റെ പുറം ഭാഗം ചുവന്നു തുടുത്തു. മാളവിക വന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ വല്ല ഹോസ്പിറ്റലിലും അഡ്മിറ്റായേനെ. ഓരോ അടിയിലും അത്രയും ദേഷ്യമുണ്ടായിരുന്നു. എന്തിനാ ചേട്ടാ വെറുതെ അമ്മയുടെ കയ്യിൽ നിന്ന് എപ്പോഴും അടിമേടിക്കുന്നേ? പഠിക്കുന്ന സമയത്തെങ്കിലും ഫോൺ കുറച്ചു നേരം മാറ്റി വെച്ചൂടെ? മാളവിക പറഞ്ഞു. എടി, ഞാൻ പഠിക്കുമായിരുന്നു. ആ സമയം മൊബൈൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ കാരണം പറഞ്ഞാൽ എന്നെ പൊതിരെ തല്ലിയത്. അമ്മയ്ക്കെന്തോ ഭ്രാന്തായെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വേദനയോടെ പുറം തടവിക്കൊണ്ട് അവൻ പറഞ്ഞു. അച്ഛൻ തിരികെ പോയതിൻ്റെ വിഷമം അമ്മയ്ക്കുണ്ട്. അതിൻ്റെ കൂടെ ചേട്ടൻ്റെ ഈ ഓവർ ഫോൺ യൂസ് കൂടെ കണ്ടപ്പോൾ അമ്മയ്ക്ക് നിയന്ത്രണം പോയതാ. ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് എൻ്റെ അടുത്താണോ? ചേട്ടൻ ഫോൺ യൂസ് കുറയ്ക്കാദ്യം, അപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആവും, മാളവിക പറഞ്ഞു. നീ പിന്നെ എപ്പോഴും അമ്മയുടെ സൈഡാണല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഗോകുൽ മുഖം തിരിച്ചു. ഇനിയിപ്പോൾ എൻ്റെ മെക്കിട്ട് കയറിക്കോ. നിങ്ങൾ അമ്മയും മോനും കൂടെ എന്താന്ന് വെച്ചാൽ അയക്കൂ. ഞാൻ ഇനി ഇടപെടാൻ വരുന്നില്ലേ? മാളവിക അധികം തർക്കത്തിന് നിൽക്കാതെ മുറി വിട്ടുപോയി. പിറ്റേന്ന് റോസ് നിറത്തിലുള്ള ഒരു സാരി ഉടുത്തുകൊണ്ടാണ് നിരുപമ ക്ലാസ്സിലെത്തിയത്. പ്രതീക്ഷിച്ചതുപോലെ ക്ലാസ്സിലെ ആൺപിള്ളേരുടെ മുഴുവൻ നോട്ടവും നിരുപമയുടെ മേലേക്കാണ്. എത്ര ദേഷ്യവും അപമാനവും തോന്നിയാലും സഹിക്കുകയല്ലാതെ തനിക്ക് വേറെ വഴിയില്ലല്ലോ എന്ന സത്യം മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവൾ ക്ലാസ് തുടർന്നു. ഇടയ്ക്കൊക്കെ ഷിജുവിനെ പാളി നോക്കി. അവനൊരു വഷളൻ ചിരി പാസ്സാക്കി. നിരുപമയ്ക്ക് അവൻ്റെ സാമീപ്യം അരോചകമായി തോന്നി. താല്പര്യമില്ലാതെ അവൾ ക്ലാസ് എടുത്ത് തീർത്ത് ബെൽ മുഴങ്ങുന്നതിന് മുന്നേ ക്ലാസ് വിട്ടുപോയി. വൈകുന്നേരമായപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിള്ളേരും ടീച്ചർമാരും എല്ലാം പോയി തുടങ്ങി. ഷിജു അല്പം നേരം കൂടെ നിരുപമയെ വെയിറ്റ് ചെയ്ത് ക്ലാസ്സിലിരുന്നു. അവൾ വരുമോ ഇല്ലയോ എന്ന സംശയം നല്ല പോലെ ഉണ്ടായിരുന്നു. എന്നാൽ അധികം വൈകാതെ നിരുപമ അവിടെ എത്തി. അവളുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു. എന്താ ടീച്ചറെ, ഞാൻ പറഞ്ഞത് സമ്മതമാണോ? ഷിജു ചോദിച്ചു. സമ്മതം, പക്ഷേ ഇതോടെ എല്ലാം അവസാനിപ്പിക്കണം, നിരുപമ ഗൗരവത്തോടെ പറഞ്ഞു. അതുതന്നെയല്ലേ ഞാൻ ഇന്നലെയും പറഞ്ഞത്. ടീച്ചർക്ക് എന്നെ വിശ്വസിക്കാം. ശരി, എൻ്റെ പിറകെ വാ. നിരുപമ അവനെ വേറൊരിടത്തേക്ക് വിളിച്ചു. എവിടേക്കാ? ഷിജു ചോദിച്ചു. ടീച്ചേഴ്സ് റൂമിലേക്ക്. അവിടെ ഈ സമയം ആരും ഉണ്ടാവില്ല. അവിടെ എനിക്ക് കംഫർട്ട് അല്ലല്ലോ ടീച്ചറെ. എന്നാൽ ലാബിലേക്ക് വാ. അതും പറ്റത്തില്ല. പിന്നെ എന്താ നിൻ്റെ ഉദ്ദേശം?
നിരുപമ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കിവിടെ വെച്ച് മതി. അവൻ നിസ്സാരമായി പറഞ്ഞു. നിനക്കെന്താ ബോധമില്ലേ? ഇവിടെ ആരെങ്കിലും കണ്ടാൽ? ഇവിടെ ഈ സമയത്ത് ആര് വരാൻ? ടീച്ചർ ധൈര്യമായിട്ട് ചെയ്തതാ. ഇവിടെ വെച്ച് എനിക്ക് പറ്റത്തില്ല. എടാ, നിനക്കൊട്ടും ബോധമില്ലേ? ചോറ് തിന്നുന്നതിൻ്റെ വിവരമെങ്കിലും കാണിക്ക്. നിരുപമ ഒരു നിമിഷം പഴയ നിരുപമയായി മാറി. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ടീച്ചറുടെ ഇഷ്ടം ഇവിടെ നടക്കത്തില്ല. എന്നെ തൃപ്തിപ്പെടുത്തിയ ടീച്ചറുടെ എല്ലാ പ്രശ്നങ്ങളും ഈ നിമിഷം തീരും. സമയം പോകുവാണ്. 5:30 ആകുമ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് എന്ത് വേണമെന്ന് ടീച്ചർ തീരുമാനിക്ക്. അതും പറഞ്ഞ് അവൻ ടീച്ചർ ഇരിക്കുന്ന കസേരയിലിരുന്നു. അവൻ്റെ സംസാരം കേട്ട് നിരുപമയ്ക്ക് ആകെ വട്ടുപിടിച്ചു. ചെരുപ്പൂരി അവൻ്റെ ചെകിടത്തൊരെണ്ണം കൊടുക്കണമെന്ന് തോന്നിപ്പോയി. പക്ഷേ അവൾ പരമാവധി ക്ഷമിച്ചു നിന്നു. ശേഷം ഗത്യന്തരമില്ലാതെ അവന് വഴങ്ങാൻ തീരുമാനിച്ചു. പതിയെ തല താഴ്ത്തിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, സമ്മതമാണോ? സമ്മതമെന്നോണം അവൾ മൂളി. തീരെ നിവൃത്തിയില്ലാതെ മനസ്സില്ലാ മനസ്സോടെ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇനി വാക്ക് പാലിക്ക്, നിരുപമ പറഞ്ഞു. ഷിജു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ദേ, ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ശേഷം അതിലെ സകലമാന വീഡിയോസും ഡിലീറ്റ് ചെയ്തു. ചാറ്റും മറ്റ് ചിത്രങ്ങളുമൊക്കെ കളഞ്ഞു. ശേഷം ആ ഫോൺ നിരുപമയ്ക്ക് കൊടുത്തു. നിരുപമ ട്രാഷ് ക്ലിയർ ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ കയറി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തു. അതിൽ തങ്ങൾക്ക് കുഴപ്പമുള്ളതൊന്നുമില്ല. ഇപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. വീഡിയോസും കാര്യങ്ങളുമൊക്കെ വേറെ വല്ലോടത്തും നീ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നിരുപമ സംശയം നീർക്കാനായി ചോദിച്ചു. ഇല്ല ടീച്ചറെ, എന്നെ വിശ്വസിക്കാം, ഷിജു മറുപടി നൽകി. ഓക്കെ, ഇനി ഇവിടെ നടന്ന കാര്യം പറഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് വേല ഇറക്കാൻ നിൽക്കരുത്. കോഴ്സ് കഴിയുന്നത് വരെ ഞാൻ നിൻ്റെ വെറും ടീച്ചർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. പോകാൻ നേരം അവൾ തീർത്തു പറഞ്ഞു. ഓക്കെ, അവൻ എല്ലാത്തിനും തലയാട്ടി. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ നിരുപമ ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞു പോയതിൻ്റെ ആശ്വാസത്തിൽ അന്ന് വളരെ സമാധാനത്തോടെ നിരുപമ ഉറങ്ങി. വീണ്ടും എല്ലാം പഴയപടിയാവും എന്ന പ്രതീക്ഷയോടെയും ആശ്വാസത്തോടെയും. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിക്ക് ഒരു പോർഷനും കൂടെ ഉണ്ട്, ഒരു അടിപൊളി പോർഷൻ. പക്ഷേ ഞാനത് നമ്മുടെ ഇതിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കി നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നല്ല റീച്ചായാൽ ഞാൻ അതിൻ്റെ അടുത്ത പോർഷൻ ടെലഗ്രാം ചാനലിലിടും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്, വിത്ത് ലവ്, അലീന.